സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. വീഡിയോ എനിക്ക് എത്ര കട്ടടിക്കേണ്ടി വരുമെന്ന് അറിയാവോ? കള്ളനാട്ടോ ഞാൻ നോക്കിയോ, നീ 8 അടിച്ചിട്ട് കൊല്ലി ചെയ്തില്ലേ, ഈസി പോലും സപ്പോർട്ട് പോലും ചെയ്തില്ല. Let's go. Come on, push it. ഇത്ര വൃത്തികെട്ട സ്പോട്ട്, എനിക്ക് ഇഞ്ചറി. വെൽക്കം ബാക്ക് ടു സ്വന്തം. എന്താടാ ഇത്? യോ അങ്ങനെ ഉണ്ടല്ലോ. ഹായ് ഗൈസ്. സോ എൻ്റെ പഴയ ഫ്രണ്ട്സിനോട് ചേർന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാ ജിമ്മും ക്ലോസ്ഡാ. സോ വീട്ടിൻ്റെ അടുത്തുള്ള ലോക്കൽ സെറ്റപ്പുള്ള ഒരു ജിമ്മാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ടൈം ഓപ്പൺ ആയിരിക്കും. സോ ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ട്. സോ അവരെ വഴിയെ കാണിച്ചു തരാം. സോ നമ്മളിന്ന് ചെസ്റ്റും പിന്നെ ട്രൈസും ഷോൾഡറാണ് ട്രെയിൻ ചെയ്യുന്നത്. സോ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്ത 3 വർക്കൗട്ടാണ്: ബെഞ്ച് പ്രസ്, പിന്നെ പെക് ഡെക്ക് ഫ്ലൈ, അതിനുശേഷം ഇൻക്ലൈൻ ഡബിൾ പ്രസ്. സോ നമ്മൾ വെയിറ്റ് ഡ്രോപ്പ് ചെയ്യുന്നില്ല, എപ്പോഴും ഹൈപ്പർട്രോഫീൻ്റെ രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്യുക. സോ ഫ്രണ്ട്സ് കൂടെ കൊണ്ടുകൊണ്ട് ഒരു വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ച്. അടിപൊളിയായിരിക്കും, എൻജോയ്. ഓക്കെ, ഫസ്റ്റ് വർക്കൗട്ട് ചെയ്യാം ബെഞ്ച് പ്രസ്. ചിരിപ്പിക്കല്ലേ? ഞാൻ 12 reps ആയിട്ടോ ചെയ്യുന്നത്. നിങ്ങൾ എത്ര ചെയ്യുന്നത്? ഞാനൊന്നും പറയുന്നൊന്നുമില്ല. തുടങ്ങി കഴിഞ്ഞു വേണ്ട. അതെന്തോടാ സച്ചിനെ പൊങ്ങിയിരിക്കണേ? അടി 3 4 മതി, ബസ്സിന് കൂടുതൽ വരും, നിർത്തി. സോ ഇതാ സച്ചിൻ ചതിച്ച. എല്ലാം അറിയണം വീഡിയോയില്. ഞാൻ നിങ്ങളുടെ അടുത്ത് മാക്സിമം ട്രാൻസ്പെറന്റ് ആയിരിക്കും എപ്പോഴും. സെക്കൻഡ് സെറ്റ് ഐസിയൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഐസിയൻ അടിച്ച് അതായത് അപ്പുറത്തെ വീട്ടിലുള്ള ചേട്ടൻ 12 ടാർഗറ്റ് ചെയ്യാം എല്ലാത്തിലും. ബോണ അടിക്കാം, അല്ലെങ്കിൽ സ്പോട്ട് ചെയ്യാം. 6 7 10 last 2 1 push it last 2 1 last one good job ബാ കേറ് ബാബാ. ഞാനാ? നീ അല്ലേ സെക്കൻഡ് സെറ്റ്? നീ ബാ. നീ സെക്കൻഡ്? ഞാനാ? ഞാനായിരുന്നു സെക്കൻഡ്. എനിക്ക് പിടുത്തമാണ്. എല്ലായിടത്തും നെഗറ്റീവ് അടിക്കാൻ സാത്താൻ. 10 ഒന്നും ഈസി. മാലി ശരിയാവില്ലടാ. ഇപ്പൊ കൊറേ വെയിറ്റ് എടുക്കുന്നോള്. കോൾ നീ അടി വേണ്ട. 2 3 ലാസ്റ്റ് പോട്ട്. എപ്പടി എന്നെ അടയാം? 10 കേട്ടോ. 10 അടയാം. നിനക്കെ അടയാം, അതിലൊക്കെ അനങ്ങിയിട്ടില്ല. പോവില്ല. സ്പോട്ട് സച്ചിൻ വേണ്ട, മതി. എല്ലാ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരാൾ കാണും. നമ്മൾ അവരെ വിശ്വസിച്ച് ഇറങ്ങും, പക്ഷേ നമുക്ക് പണി കിട്ടും. അതാണിത്. കണ്ടോ? On body age 1 come on push it ജാളിയാ. സപ്പോർട്ട് ഒന്നും ഇല്ലാട്ടാ. നീ എന്നെ അടുത്ത് കള്ളനാട്ടോ ഞാൻ നോക്കിയോ, നീ 8 അടിച്ചിട്ട് കൊല്ലി ചെയ്തില്ലേ, ഈസി പോലും സപ്പോർട്ട് പോലും ചെയ്തില്ല. അയ്യോ, ഞാൻ ഇങ്ങനെ വെച്ചേക്ക് ഇത് പൊങ്ങുന്നുണ്ടോ നോക്ക്. പയ്യെ പൊങ്ങുന്നുണ്ടോ? ഈ തണ്ടി അടിക്കണോ? പറ്റും. നീ വേണ്ടി പോലും ഞാൻ ഞെക്കുന്ന ആള്. നീ വാറൊക്കല്ലേ, എന്റെ നെഞ്ചത്തായിരിക്കും വെയിറ്റ് ഇരിക്കണം. നീ മിണ്ടായി അവടുത്ത് എറിയൊന്ന്.
മാമിന് വേണ്ടി ഒരു സെറ്റ് സെപ്പറേറ്റ് ലാസ്റ്റ്. അങ്ങനെ സ്മൂത്ത് ആയിട്ട് കഴിക്കണ ഫുഡ് ചോദിച്ചാൽ ഇടൂല, സമ്മതിക്കില്ല. ആ അടിക്ക് ഞാൻ സ്പോട്ട് ചെയ്യാൻ നിന്നെ പോട്ടെ. നീ വീഡിയോക്ക് വേണ്ടിയില്ല ഇത്ര ഷോ നടക്കുന്നു. ഇത് കട്ട് ചെയ്യും, ഈസി ഒന്നുമല്ല. 3, 2, 1 ജസ്റ്റ് അപ്പ്. ലെറ്റ്സ് ഗോ. 1 വൈറസല്ല. പോരാ പോരാ, ഇല്ല ഇല്ല, 5 ആടയല്ലേ വേണ്ടട്ടാ. പക്ഷെ എനിക്ക് ഫ്രീ എടുത്തിട്ട് എന്താ ഡിഫറൻസ് ഒന്നും അറിയാൻ പറ്റണില്ല. എടുത്ത ശീലം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ. പക്ഷെ എന്തോ ഒരു ഡിസ്കംഫോർട്ട് പോലെയൊക്കെ തോന്നുന്നുണ്ട്. എടുത്ത് ശീലം ഇല്ലാത്തവർക്കാണ് സത്യം പറഞ്ഞ പ്രീയുടെ ആ ഒരു എഫക്ട് അറിയാൻ പറ്റുന്നത്. എന്തോ ഒരു വാള് വയ്ക്കാൻ പോലെ തോന്നുന്നുണ്ടല്ലേ. അകത്തൊരു പോച്ചിലുണ്ടല്ലേ. എന്തോ ഒരു ആദർശ് ചിപ്സ് എടുത്തത് ഞാൻ പറഞ്ഞടാ കൊണ്ടുപോയല്ലേ. പറഞ്ഞിട്ട് കാര്യമില്ലടാ. ആർക്കായാലും അവര് ഇന്നലെ എന്റെ അടുത്ത് പറഞ്ഞത് ഒരു സദ്യ കഴിക്കാനാന്ന്. ഞാൻ ഇന്നലത്തെ ഒരു ദിവസം ഒരു സദ്യ, ഒരു മന്തി എല്ലാം അടിച്ച് കയറ്റി. അതുകൊണ്ട് ഞാൻ അടുത്ത് പറയാൻ നിന്നപ്പോ ഇവന്റെ കണ്ണു നോക്കിയപ്പോണ്ടല്ലോ, കണ്ണ് ചുവന്ന് മറ്റേ തക്കാളി പോലെ ഇരിക്കുന്നു. അടുത്ത് പറഞ്ഞില്ല. എടാ എന്റെ പ്രഷർ പോയിന്റ് കണ്ട, നിനക്കും പ്രഷർ പോയിന്റ് കാണണല്ലേ, പെട്ടെന്ന് ചോക്കും. പഞ്ച് ആംബ്രസിനെ പിടിച്ച എന്നെ ചോക്കത്തില്ലേ. നിനക്ക് പണ്ടേ അങ്ങനെ തന്നെയായിരുന്നു. ഓർമ്മ ഉണ്ടായിരുന്നു. ചുമ്മാ ഇവന്റെ ഇവിടെ കഴുത്തിൽ ഇവിടുത്തെ ഞരമ്പുണ്ട്. പ്രഷർ പോയിന്റ് ഫേസ് ആടാ ഭയങ്കരമായിട്ട്. കുറച്ച് ബ്രത്ത് ഹോൾഡ് ചെയ്താൽ മതി, കണ്ണൊക്കെ പെട്ടെന്ന് ചോക്കും. സപ്പോർട്ട് ഇല്ലാടോ. നീ പറ. ആ ഒൺമോർ എന്ന് പറഞ്ഞിരുന്നെങ്കിലോ ഞാൻ ഇങ്ങനെ വിട്ടുതരാം. അയ്യോ സംസാരിക്കാം അടിക്കട്ടെ. 2, 1 ലെറ്റ്സ് ഗോ. ജസ്റ്റ് അപ്പ്. പോട്ടെ. നീ ഇരുന്നിരുന്നെങ്കിണ്ടല്ലോ. എടാ ഞാൻ ചെറുതായിട്ട് വിടണമെന്ന് വിചാരിച്ചു. എടാ വെയിറ്റ് ഏകദേശം ഫുള്ളിന്ന് ജസ്റ്റ് കുറച്ചിട്ടോ. ഫുള്ള് വെയിറ്റ് കൂടുതലായിട്ട് തോന്നി എനിക്ക്. എങ്ങനെ ഹൈറ്റ് കുറച്ച് കൂട്ടണം. ഹൈറ്റ് എനിക്കിപ്പോഴാറട്ടെ. എനിക്കിടുന്നുണ്ട് ഹൈറ്റ് കുറയ്ക്കാൻ പോകുന്നത്. പൊക്ക്, അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിയാ. നില്ല് അഞ്ഞി പൊക്ക്. നീ എന്ത് കുണച്ചേരത്തൊക്കെ ഞാൻ കട്ട് ചെയ്തോളാം. ഓക്കെ എന്തിനു പറയണേ. എവിടെ പോയാലും ഈ സച്ചിനാണ് എല്ലായിടത്തും. ഇതേ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വരുമ്പോണ്ടല്ലോ നമുക്ക് ഈ ഒരു ഇത് കിട്ടൂല. Last one. Okay. Shoulder. Come on. Push it. Hold it. Leave it very slowly. Okay. എത്ര ബോഡി ഫാറ്റ് പെർസെൻറ്റേജ്? ഒരു 10 കാണും. Two. Push it. Okay. Okay, ആയി.
എടാ പ്ലീസ് എടാ പ്ലീസ് ഫൈനൽ സെറ്റ് ആണ്. സ്പോട്ട് ചെയ്യുന്ന സച്ചിനാണ്. ഹോൾഡ് ചെയ്ത് വെച്ചോട്ടോ. ഇത്ര വൃത്തികെട്ട സ്പോട്ട്, എനിക്ക് ഇഞ്ചറി. പക്ഷെ എനിക്ക് ഇങ്ങനെ സ്പോട്ട് ചെയ്യുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഇതായിട്ട് തോന്നി. എടാ ഞാനേ എൽബോ അല്ല, നമ്മളെ ഇത് റിസ്റ്റിൽ പിടിക്കാം. താഴെ വരൂല, പൊക്കുന്ന മാത്രമേ നോക്കുള്ളൂ. താഴെ നീ ഇറക്കണം. ഇല്ല ഞാൻ എല്ലാം ചെയ്യാം ഇവിടെ നിന്നിട്ട് ഇങ്ങനെ. റോഡ് ടു ഇഞ്ചറി 1-8 പോട്ടെ. ഇനി പോവില്ല. ഞാനിപ്പോ ഇവന്റെ മേളിൽ കൂടെ വീണേനെ. ഗുജാബ് എങ്ങനെയാണ് ചുമ്മാ ഇങ്ങനെ പിടിച്ചത്? ട്രാപ്സ് പിടിക്കണമല്ലോ. നീ Absent eyes. Show me absent eyes. എന്താ നിനക്ക് ഇന്നത്തെ വർക്കൗട്ടിനെ പറ്റി പറയാനുള്ളത്? വർക്കൗട്ടിനെ പറ്റി എന്താ പറയാനുള്ളത്? വർക്കൗട്ടിനെ പറ്റി പറയണത് ഭയങ്കര ഫോർമുല ആയി പൂടാ. ഇല്ലേ? ആണോ? അത് ശരിയാ. എന്താ സാധനം? എന്താ ക്രിയേറ്റിൻ? ഉള്ളില് റിച്ച് മാതിരി കേട്ടോ. സത്യം തന്നെ കോമ്പറ്റീഷന് മാലി സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്തോ നീ അത് ഫുള്ള് തട്ട് ബാക്കി ഏറ്റവും എച്ച് സച്ചിൻ. അത് ഇതിൽ നിന്ന് മനസ്സിലായി. സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. വീഡിയോ എനിക്ക് എത്ര കട്ടടിക്കേണ്ടി വരുമെന്ന് അറിയാവോ? പ്ലീസ് ഒന്നാമത് കഷ്ടപ്പെട്ട കട്ട് ചെയ്ത് നിന്നെ കട്ട് ചെയ്തതാണ് കേട്ടോ ഈ വീഡിയോ. എടാ എന്താടാ ഷോ കാണിക്കുന്നത്? എത്ര 2 സ്കൂപ്പാ? ഞാൻ ക്രിയേറ്റിന് ശരിക്കും എടുക്കുന്നില്ല, അപ്പൊ എനിക്ക് എടുത്തിട്ട് കാര്യമില്ല. ഞാൻ ക്രിയേറ്റിന് എടുക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ എടുക്കുന്നത്? ഒരു നോം കൊണ്ട് എന്താ ക്രിയേറ്റിന് എടുക്കാത്ത മാടി ഓൾ ദി ബെസ്റ്റ്. ഞാൻ എടുക്കുന്നില്ല മണ്ട എടുക്കാൻ. ഇനി നമ്മളെല്ലാം സ്കൂളിൽ ഒരേ ടൈമിൽ പഠിച്ചു വരാം. ഞാനിപ്പം +2 അല്ലടാ, ഞാൻ +10ാം ക്ലാസ്സിന് ശേഷം ശരിക്കും തന്നെ ഇപ്പോഴാണ് കാണുന്നത് നേരിട്ട്. അതിനുശേഷം കണ്ടേയില്ല. ടോക്കെയും എന്നെ ശരിക്കും ഫിറ്റ്നസ് ഫീൽഡ് ഫസ്റ്റ് എനിക്കൊരു ക്രൈസ്നെസ് വന്നത് ഇവൻ കാരണമാണ്. ഇവൻ ക്ലാസ്സിൽ ഇങ്ങനെ അത്യാവശ്യം നമ്മളെ ക്ലാസ്സിൽ നല്ലൊരു ഫിസിക് ആ പ്രായത്തുണ്ടായിരുന്നു. 4ാം ക്ലാസ്സിലുണ്ടായിരുന്നു. അന്നത്തെ സമയത്ത് ഫിസിക് എന്ന് പറയില്ല, ഈ ഫോർ ആംസ് ഈ ബ്രിസ്റ്റ് റീജിയനിൽ ഒരു കുറച്ച് വെയിൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ക്ലാസ്സിൽ അതായത് എന്റെ ബാച്ചില് ലൈക്ക് ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് വന്ന മാതില്ലായിരുന്നു. അത് കണ്ടിട്ടിലേക്ക് എനിക്ക് ഒരു ക്രേസിനെസ് വന്നു. പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പം അവനെക്കാട്ടും ഭ്രാന്ത് കയറി. പിന്നെ ഇപ്പൊ നമ്മളെല്ലാരും ചെറുപ്പം തൊട്ട് ഈ ഒരു ഫീൽഡ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഒരിക്കലും എപ്പോഴാ പാഷൻ എപ്പോഴും കളയാൻ പറ്റുന്നില്ല. പിന്നെ ഇത് 10ാം ക്ലാസ്സിൽ
10ാം ക്ലാസ്സിൽ എല്ലാവർക്കും ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റൂലേ, അത്രേ ഉള്ളൂ എനിക്ക്. അങ്ങനെ എനിക്കൊരു പിന്നെ ഇവൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ പോയി, പിന്നെ ഫുള്ള് സ്കൂൾ ലൈഫ് ഇവനോടായിരുന്നു. അപ്പൊ നമ്മളും ജിമ്മിൽ ആ ടൈമില് വർക്കൗട്ട് ഒരുമിച്ചാണ് ചെയ്യുന്നത്. പിന്നെ കോളേജ് ആയപ്പോ എല്ലാവരും 3 വഴിയിൽ പോയി. പക്ഷെ സച്ചിനെ ഞാൻ ഇടയ്ക്ക് കാണും. അതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്കൂൾ ലൈഫ് കഴിഞ്ഞിട്ട് കാണുന്നത്. പിന്നെ ഡയറക്റ്റ് അത് നൈസാ. പക്ഷെ ഫസ്റ്റ് ആയിട്ട് മീറ്റിംഗിൽ തന്നെ വർക്കൗട്ടും ചെയ്തു. നമ്മൾ എവിടെന്നാ ആക്ച്വലി നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് പണ്ടേ സ്ട്രോങ് ആണെങ്കിലും ഒരു മെയിൻ സ്ട്രോങ്നെസ് ഫാക്ടർ ഉള്ള ഫിറ്റ്നസിന്റെ അടുത്തുള്ള ഒരു സ്നേഹം കൂടെയാണ്. അതാണ് ലൈക്ക് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിനെ യൂണീക്ക് ആക്കി. എനിക്ക് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഞാൻ മറ്റേ ഗ്രൗണ്ടിൽ കൂടെ ഇവന്റെ എന്തോ പ്രീ വർക്കൗട്ട് എന്തോ സാധനം ഞാൻ പിടിച്ചോണ്ട് ഓടി ബാക്കിൽ നിന്ന് ഓടിച്ചിട്ട് എന്നെ അടിച്ചത്. ഞാൻ പ്രീ വർക്കൗട്ട് ഞാൻ 9th-ലാണെന്ന് തോന്നുന്നു. എനിക്കൊരു പ്രീ വർക്കൗട്ട് ഉണ്ടായിരുന്നു, മൈ പ്രോട്ടീൻ, ഇപ്പോഴും ഓർമ്മ ഉണ്ട്. അപ്പം അത് ഞാൻ നമ്മള് കൊച്ചിലെ ചുമ്മാ വഴക്കൊക്കെ ഉണ്ടാക്കുമല്ലോ. ഇവ വഴ ചൊറിയാൻ വേണ്ടി എന്ത് ചെയ്തു, ഇവന്റെ ഇത് പ്രീ വർക്കൗട്ട് പിടിച്ചു വാങ്ങിച്ചിട്ട് ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ആ പ്രീ വർക്കൗട്ട് താഴെ എത്തി. ഞാനാണെങ്കിൽ ഈ മത പിടിച്ച ആന പോലെ ഇവനെ ചേസ് ചെയ്യാൻ നോക്കി. ഇവൻ ഭയങ്കര റണ്ണറാണ്, എന്നെ കൊണ്ട് പറ്റൂല. അവസാനം അങ്ങനെ ഭയങ്കര വഴക്കൊക്കെ അല്ലേ, എത്ര ഒരു 5-8 മാസം വരെ സംസാരിക്കാതെ. അങ്ങനെ ഫിറ്റ്നസ് വഴക്കുണ്ടായതും നമ്മുടെ ഇടയിൽ കൊച്ചു വഴക്കുകൾ ഉണ്ടാവണം ഫിറ്റ്നസിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടം പോലെ. പിന്നെ ഇല്ല ഇത് വേറെ വലിയ വഴക്കുകളുണ്ട്. പക്ഷെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സൈക്കിളിൽ ഫിറ്റ്നസ് ആക്ച്വലി ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു സംഭവം ആയിരുന്നു. ചുമ്മാ ഫോട്ടോ സഹിക്കുക, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എപ്പോഴും ഉണ്ടായിരുന്നു. ഇംപ്രസ് ആവുമായിരുന്നു ഓപ്പോസിറ്റ് ആയിട്ട്. അതൊരു ലൈക് ശരിക്കും ആ ഒരു ടൈമില് ഇപ്പോഴും നമുക്കൊരു നിങ്ങൾക്ക് എല്ലാവർക്കും അവരെ ഒരു ജിമ്മിൽ ഒരാൾ കാണും ചിലപ്പം. പക്ഷെ എന്റെ ആ ചെറുപ്പ ടൈമിൽ ഞാൻ ഫുള്ള് മാതുലിയായിരുന്നു ടാർഗറ്റ് ചെയ്തോണ്ടിരുന്നത്. നമുക്ക് ഇനിയും ടൈം കിട്ടുമ്പോ എന്തായാലും തീർച്ചയായിട്ടും ഉറപ്പായിട്ടും സെറ്റ്. ഓക്കെ, സെറ്റ്. അടുത്തെന്തായാലും ഇതേപോലെ ടൈം കിട്ടും നമ്മൾ എന്തായാലും വർക്കൗട്ട് ഒരുമിച്ച് ചെയ്യും. അത് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെന്തായാലും ആ സമയത്ത് വർക്കൗട്ട് ചെയ്യണടാ. എന്തായാലും സെറ്റ്. ഇൻട്രൊഡക്ഷൻ ഒക്കെ ചെയ്യാൻ നമ്മൾ ആര് ഇപ്പോഴേ വരുന്ന കുറച്ച് 3rd സെറ്റ് ആകുമ്പോൾ ഊരിയാ മതി. അപ്പം കുറച്ച് മാസമായിരിക്കും. എന്താണ് വീഡിയോ എടുക്കണം? സച്ചിൻ അതിനെ പറ്റി വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യട്ടോ. വാടാ, ക്യാമറ ഓൺ ചെയ്തിരിക്കുക. വാ. അവന് ഫെയിം ഇഷ്ടമല്ല, പക്ഷെ പയ്യന്മാരെയാണ് ഇഷ്ടം. എന്തായാലും ഉടനെ കാണാം. സച്ചിൻ എല്ലാ ജംഗ്ഷനിലും കാണും. എടാ ഇത് ഭയങ്കര ക്രിഞ്ചാന്ന് കേട്ടാ. എടാ അതാ വേറെ എന്തെങ്കിലും പറയണ പാതില്ലേ.